കുഞ്ഞുസ്വാമി പറയും, രമണ മഹർഷി കഥ പറയുമ്പോൾ ചിലപ്പോൾ നല്ല രസമായിട്ട് പറയും. ഇപ്പം നാരായണത്ത് ഭ്രാന്തൻ്റെ കഥയൊക്കെ അദ്ദേഹം ഐതിഹ്യമായ കഥയൊക്കെ പറയും. അപ്പോൾ പറച്ചിവെറ്റ പന്തിരുവരിൽ നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ വരുമ്പോൾ അത് ഈ ഐതിഹ്യമാലയിൽ ഇപ്പോൾ ഉള്ളതിലില്ല. അത് ഈ നാരായണത്ത് ഭ്രാന്തൻ രാത്രി ശ്മശാനത്ത് പോയി കിടന്നു. എന്താണെന്ന് വെച്ചാൽ എവിടെ തീ കാണുമോ അവിടെ കലം വയ്ക്കും, അന്ന് കിട്ടിയ ഭിക്ഷാന്നം അതിലിടും, വേവിക്കും, അത് ഭക്ഷിച്ച് അവിടെ തന്നെ കിടക്കും. ഇതാണ് നിത്യാനുഷ്ഠാനം. അപ്പോൾ ഒരു ദിവസം ശ്മശാനത്തിലാണ് തീ കണ്ടത്. എന്താപ്പോൾ ശരീരം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ഉണ്ട്, അതിൻ്റെ മേലെ കല എടുത്ത് വെച്ചു. എന്നിട്ട് കൊണ്ടുവന്ന അരി വെള്ളമൊക്കെ ആയിട്ട് അതിലിട്ടു. എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയെന്നാണ്. അപ്പോൾ അവിടെ അത് വേവുന്ന വരെ ഇങ്ങനെ കിടക്കുമ്പോൾ ഭദ്രകാളിയും കാളിയുടെ കൂടെയുള്ള ഡാഗിനി ശാഗിനി മുതലായ ഭൂതഗണങ്ങളൊക്കെ രാത്രി അവിടെ വന്നു. എന്നിട്ട് ഇവർ രാത്രി നർത്തനമാണ് ചുടലയിൽ, ശ്മശാനത്തിൽ. അപ്പോൾ ഈ ഇദ്ദേഹം നല്ല കൂർക്കം വലിച്ചുറങ്ങാം. അപ്പോൾ ഇവർ കണ്ടുപോയി മനുഷ്യൻ ഒരാൾ ഇവിടെ ഉണ്ട്, മനുഷ്യനുണ്ടെങ്കിൽ അവിടെ ഇവർക്ക് പ്രകടമാവാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു അദ്ദേഹത്തിനെ പേടിപ്പിച്ചു വിടാം എന്ന് പറഞ്ഞ് ഇവർ ഗർജനവും എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി. അദ്ദേഹം ഒന്നും കേട്ടതേയില്ല, സുഖമായിട്ട് ഉറങ്ങുകയാണ് നാരായണത്ത് ഭ്രാന്തൻ. അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ, ഇയാളെ പറഞ്ഞേക്കണമല്ലോ. അവസാനം ഭദ്രകാളി മുമ്പിൽ വന്നിട്ട് തട്ടി ഉണർത്തി, എണീപ്പിച്ചിട്ട് പറഞ്ഞു, ഹേയ്, ഞാൻ ഭദ്രകാളിയാണ്. ഇത് കുഞ്ചുസ്വാമി തമാശയായിട്ട് പറയും, തമിഴിൽ അവർക്ക് ഭാ വരില്ല. അപ്പോൾ ഭദ്രകാളി പറഞ്ഞു അത്ര, ഞാൻ പത്രക്കാളി എന്ന് പറഞ്ഞത്. അപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞു, നാം 11 കാളി എന്ന് പറഞ്ഞത്. 10 11 10. ഇപ്പം എന്തിനാ ഇപ്പം ഈ രാത്രി സമയത്ത് ഈ പരിപാടിയൊക്കെ 10:30 മണിക്ക് വരുന്ന 10:30 കാലത്തിൽ വരുന്ന ആൾ ഞാൻ 11:30 കാലത്തിൽ ഊണ് കഴിച്ച് കിടക്കുകയാണ്. ഇനിയിപ്പോൾ എന്തിനാ ഇപ്പോൾ ഉപദ്രവിക്കണം? ഇല്ല, ഞങ്ങൾക്ക് നടനമാടണം, എന്ത് വേണമെങ്കിൽ ചെയ്തു. ഇപ്പം ഇത് പറയാനാണോ ഇപ്പം എന്നെ തട്ടി വിളിച്ചുണർത്തിയത്? അല്ല, മനുഷ്യരുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് നടനം ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങളുടെ പ്രോബ്ലം. എനിക്കൊരു നിഷ്ഠയുണ്ട്, എവിടെ തീ കണ്ടുവോ അവിടെ കലം വയ്ക്കും, അവിടെ കഞ്ഞി വയ്ക്കും, അവിടെ കഴിക്കും, അവിടെ കിടന്നുറങ്ങും. അപ്പോൾ ഇവർ പറഞ്ഞു അതൊക്കെ ശരി, പക്ഷെ ഞങ്ങൾക്ക് നടനമാടണ്ടേ? ആടിക്കോളൂ, എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് മനുഷ്യരുള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നോളാം. അവസാനം കാളി പറഞ്ഞു, ശരി, ഇപ്പം നിവൃത്തിയില്ല. അദ്ദേഹം ഭയപ്പെടുന്നില്ല. ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ ഭയപ്പെടണ്ടേ? ഞങ്ങൾ ഭയപ്പെടുത്തും എന്ന് പറഞ്ഞു അത്രേ. അത് നിങ്ങളുടെ ജോലി, ഭയപ്പെടേണ്ടത് ഞാനാണല്ലോ, അത് വേണോ വേണ്ടയോ ഞാനാണ് തീരുമാനിക്കേണ്ടത്. അത് ഭയപ്പെട്ടില്ല. അപ്പോൾ അവസാനം അവർ പറഞ്ഞു ഇദ്ദേഹം ജ്ഞാനിയാണ്. അപ്പം ഇനിയിപ്പോൾ എന്താ? ഇപ്പം കാളി ദേവതകൾക്ക് ഒരു പ്രശ്നമുണ്ട്, ആരുടെയൊക്കെ മുമ്പിൽ ആവിർഭവിച്ച ഒന്നിൽ ശപിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വരം കൊടുക്കണം. ഓരോരുത്തരുടെ ബുദ്ധിമുട്ടേ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു ഒന്നിൽ ശപിക്കണം, പക്ഷേ അങ്ങേ ശപിക്കാൻ പറ്റില്ല. അപ്പം എന്തെങ്കിലും വരം തരണോ, എന്താ വേണ്ടതെന്ന് പറയൂ. ശരി, ഞാൻ എപ്പോഴാണ് മരിക്കുക? ഇന്ന മാസം ഇന്ന തീയതിക്ക് ഇന്ന തീയതിയിൽ മരിക്കും. അത് ഒരു ദിവസം മുൻപിലാക്കാവോ ചോദിച്ചു. അത് പറ്റില്ല. എന്നാൽ ഒരു ദിവസം അങ്ങോട്ടേക്കാക്കാം. അത് പറ്റില്ല. പിന്നെ എന്ത് പറ്റും? കാലിലൊരു കാല് മന്ത് കാലാണ്, അതെടുത്ത് ഇടത് കാലിലേക്ക് ആക്കിയിട്ട് വലത് കാലിൽ നിന്ന് ഇടത് കാലിലേക്ക് ആക്കിയിട്ട് പോയിക്കൊള്ളാം. കുറേ കാലമായി വലത് കാല് മാത്രമായിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ട് പോയി അത്ര ഇവർ. ഇങ്ങനെയാണ് ഒരു കഥ. അപ്പോൾ ഈ ജ്ഞാനികൾ, മുക്തപുരുഷന്മാർ ദേവതകൾക്കെല്ലാമും അതീതമായിട്ടാണ് ഇരിക്കണത് അവർ.